പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ നാട്ടിക സ്വദേശിയുടെ ചികിത്സയ്ക്കായി നാട് കൈകോർക്കുന്നു. ജിജോ രതീഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസുകൾ സഹായിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി അംഗങ്ങൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. നാട്ടിക പഞ്ചായത്തിലെ 7ാം വാർഡിൽ താമസിക്കുന്ന 38 വയസ്സുള്ള പണിക്കശ്ശേരി ജിജോ രതീഷാണ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. ഇദ്ദേഹം 3 വർഷമായി പാർക്കിൻസൺസ് രോഗത്തിന് ചികിത്സയിലായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇപ്പോൾ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി ഓപ്പറേഷൻ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ്. ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി 15 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ഓട്ടോ ഡ്രൈവറായ രതീഷിന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു പ്രദീപ് ചെയർമാനായും സനീഷ് ഇയാനി കൺവീനറായും സഹായ സമിതി രൂപീകരിച്ച് നാട്ടിക കേരള ഗ്രാമീൺ ബാങ്കിൽ ജിജോ രതീഷ് ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ജിജോ രതീഷിനുള്ള സാമ്പത്തിക സഹായങ്ങൾ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നാട്ടിക ശാഖയിൽ ആരംഭിച്ച 402101077106 എന്ന അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. IFSC കോഡ് 00402822. ജിജോ രതീഷ് ചികിത്സാ സഹായ സമിതിയുടെ പേരിലാണ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ളത്. പാർക്കിൻസൺസ് എന്നൊരു അസുഖമാണ്. പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മരുന്ന് തുടർന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു 15 ലക്ഷത്തോളം ചെലവുണ്ട് ഓപ്പറേഷന്. ഒരു സഹായ സമിതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ വിചാരിച്ച പോലെ ധനസഹായം നൽകി കിട്ടിയിട്ടില്ല. 38 വയസ്സുള്ള ആൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആവുന്നത്. ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് ഞാൻ അഡ്മിറ്റ് ആവാൻ വരാൻ പറഞ്ഞിട്ടുള്ളത്. അമൃത ഹോസ്പിറ്റലാണ്. നല്ല ചെലവുണ്ട്, 5 ലക്ഷം രൂപ. ഇങ്ങനെ ഒരു ചികിത്സ ഈ ഒരു ചെറുപ്പക്കാരിയായ ഒരു കുട്ടിയുടെ ഭാവി മെച്ചപ്പെടുത്താൻ വേണ്ടി അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഇവർക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും വ്യക്തമായിട്ട് അറിയാം. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അതിന് ജീവിതം അതുകൊണ്ട് ബുദ്ധി ഗുണമാണ്. അപ്പോൾ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു. ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നുള്ള നിർധനരായ ഉൾപ്പെടെയുള്ള ആളുകളുടെ കഴിയാവുന്ന സഹായങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മുൻഗണിക്കാൻ. അപ്പോൾ സുമനസ്സുകളായിട്ടുള്ളവരുടെ നല്ല മനസ്സിന്റെ ഭാഗമായിട്ട് അവർക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായം നല്ല രീതിയിൽ കൂടി